ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഷറഫുദ്ദീൻ, ജോർജ് ഗോര എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ തോൽവി FC എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ പടം കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കേട്ടോക്കാം. ജോണി ആൻ്റണിയുടെ ഒക്കെ ആക്ടിങ് നല്ലതാണ്, നല്ല കോമഡിയാണ്. ഫുൾ തുടക്കം മുതൽ അവസാനം വരെ നല്ല കോമഡിയാണ്. പിന്നെ നല്ലൊരു ഫാമിലി മൂവിയും കൂടെയാണ്, എല്ലാവരും കാണണം. പിന്നെ നല്ലൊരു അച്ഛനും മക്കളും ഫാമിലി ഉള്ള ഒരു കഥയാണ്, നല്ല ഒരു മൂവിയാണ്, എല്ലാവരും കാണും. മെസ്സേജ് ഇതിൽ ഒരു തോൽവിയിൽ നിന്ന് അവരെങ്ങനെയാണ് വെളിയിലോട്ട് വരുന്നത്, ജയിച്ചും മേളിലോട്ട് വരുന്നതിൻ്റെ ഒരു കഥയാണ്. പക്ഷേ അതിൽ അവസാനം ഒരിതുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ എപ്പോഴും അച്ഛനും അമ്മമാരൊക്കെ മൊബൈലും കൊടുത്തങ്ങ് ഇരുത്തുകയാണ്. അതിൻ്റെ ഒരു ഇതും കൂടെയാണ് അതിനകത്ത് വരുന്നത്. അതായത് കുട്ടികളെ പറ്റിച്ച് മൊബൈൽ വഴി പറ്റിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, അതിൻ്റെയും ഒരിത് അതിനകത്ത് വരുന്നുണ്ട്. അതും നല്ലൊരു ഇൻസ്പിറേഷനാണ്, ആൾക്കാർക്ക് കാണുമ്പോൾ അത് നല്ല ഒരു സ്റ്റോറി എല്ലാം ആയിട്ടാണ്. നല്ല ഫിലിമായിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഷറഫുദ്ദീൻ്റെ ഫിലിമൊക്കെ ഞങ്ങൾക്ക് പൊതുവേ ഇഷ്ടമാണ്. കാരണം അതിൽ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒട്ടും നമുക്കിപ്പോൾ വിഷമം തോന്നിയിട്ടില്ല, വളരെ നല്ല ഫിലിമാണ്. പിന്നെ ഈ കൊച്ചു കുട്ടികളുടെ കുറച്ച് അവരുടെ ആക്ടിവിറ്റി, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ബിഗിനേഴ്സിന് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ മടിയന്മാരായിട്ട് വീട്ടിലിരിക്കുന്ന ഹസ്ബൻഡ്, ഭരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഹസ്ബൻഡ് എങ്ങനെ മാറി വരുന്നു എന്നുള്ളത് കാണിക്കുന്നു. എല്ലാം നല്ല മിതമായ രീതിയിൽ നല്ല രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല ഫിലിമാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്. അവർക്കും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നല്ല ഫിലിമാണ്. കോമഡി ഉണ്ട്, ചിരിക്കാനായിട്ട് ഒരുപാട്. പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ്. ജോണി ആൻ്റണിയും ഷറഫുദ്ദീനും ഒക്കെ ഉള്ള ടീമെന്ന് പറയുമ്പോഴേ നമ്മൾ കുറച്ച് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും തെറ്റുപറ്റിയിട്ടില്ല. വളരെ നല്ല ഫിലിമാണ്. കുറച്ചൊക്കെ കോമഡി ഉണ്ട്, എല്ലാം ഒരു മിക്സപ്പ്. മെസ്സേജ് ഉണ്ടായിരുന്നു, പുതിയ തലമുറയ്ക്ക് തോൽവിയിൽ നിന്ന് എങ്ങനെ ജയിക്കാമെന്നുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. നല്ല അഭിനയം എല്ലാവരും. നമുക്കൊരു ചിരിക്കാനുള്ള ഒരു ഇത്, കുറച്ചിരിക്കുക, അതോടൊപ്പം ചിന്തിപ്പിക്കാനുള്ള ഒരു സിനിമ. പിന്നെ വയലൻസ് ഇല്ല, അതൊരു വലിയ, ഞങ്ങളെപ്പോലുള്ളവർക്ക് വയലൻസിനെക്കാട്ടിൽ ഇതൊക്കെയാണ് കുറച്ച് ത്രില്ലായിട്ട് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. നല്ല സൊസൈറ്റിയിലുള്ള മിക്ക കാര്യങ്ങളും പറയുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും. എല്ലാവരും നല്ലതായിരുന്നു, എല്ലാ കാസ്റ്റിങ്ങും അടിപൊളിയായിരുന്നു. മൂവി എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. എന്താണ് പോസിറ്റീവ്സ് ആയിട്ട് എന്തൊക്കെയാണ്? പോസിറ്റീവ്സ് ആയിട്ട് തന്നെ മേക്കിംഗ് കൊള്ളായിരുന്നു, ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു പടം. എല്ലാം വർക്കൗട്ടായി. ക്യാരക്ടർ പ്രൈസിംഗ് ഒക്കെ കൊള്ളായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. നല്ല പടം. ഫാമിലിക്കൊക്കെ വർക്കൗട്ട് ഉറപ്പായിട്ടും. കോമഡി അടിപൊളി കോമഡി. ഓവർ ചാളിയും എല്ലാം നൈസ് കോമഡി. കൊള്ളാം. നല്ല ആക്ടിങ് എല്ലാവരും. ലാസ്റ്റ് ഇപ്പോൾ തോൽവി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് തോൽവി വിജയത്തിലുള്ളവർ പറയുന്നത് ഒരു മോട്ടിവേഷനാണോ പടം? ഒരു മോട്ടിവേഷൻ കഥ എന്താണ്? വേറെ എന്താണ് എടുത്ത് പറയാൻ? എല്ലാവരും കാണണം, ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. പടങ്ങളെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, അത്യാവശ്യം എൻ്റർടൈൻമെൻ്റാണ്. പിന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് തോൽവിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അത് ഏറ്റവും അവസാനം വിജയകരമാവും. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അപ്പോൾ വിജയത്തിലോട്ട് എത്താം. അതാണ്. ഏത് ജോണറാണ്? കോമഡി ടൈപ്പാണ്. കോമഡി ടൈപ്പാണ്. വർക്കൗട്ട് ഇടയ്ക്ക് ചെറിയതുണ്ട്, എന്നാലും കുഴപ്പമില്ല. സിനിമ ഉള്ള വർക്കൗട്ടാണ്, അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ട്. ആരായിരിക്കും ഇതിലെ കിടിലം? ആരായിരിക്കും? ഒരുപോലെ വന്നേക്കാൻ. ഷറഫുദ്ദീൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജോണിയാണി ഷറഫുദ്ദീൻ കൊള്ളാം എല്ലാവരും.